ആക്ടർ കമൽഹാസനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവീസിനെ പറ്റി എനിക്ക് എപ്പോഴും മിക്സഡ് ഒപ്പീനിയൻ ആണ്. അതായത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും എനിക്ക് ദഹിക്കുന്നവയായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ വണ്ടർ അടിച്ചു പോകും. ദിസ് ടൈം ഐ എം നോട്ട് റെഫറിംഗ് ടു വാട്ട് ഹി ഡസ് ആസ് എൻ ആക്ടർ ബട്ട് ഹിസ് സ്കിൽ ആസ് എ ടെക്നീഷ്യൻ ബിഹൈൻഡ് ദ ലെൻസ്. പറഞ്ഞു വരുന്നത് പുള്ളി തന്നെ സംവിധാനം ചെയ്ത 2013 വിശ്വരൂപം എന്ന സിനിമയെ പറ്റിയാണ്. ആദ്യമേ പറയാം, ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയൊന്നുമല്ല. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോൾ അതിലിട്ടൊരു സിനിമ കാണണം എന്ന് തോന്നി. അപ്പോൾ പുതിയ ഇറങ്ങുന്ന സിനിമകളൊക്കെ അധികം വൈകാതെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഒരു പൈറസി വീരൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്നു. അവനോട് ഏതെങ്കിലും ഒരു പടം താടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഇതെടുത്ത് തന്നു. പടം തുടങ്ങി കുറച്ച് പതിയെയുള്ള സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ആ ലൊക്കേഷൻസ് ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ കണ്ടിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഈ യൂറോപ്പിലൊക്കെ ചേക്കേറിയതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നും നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡ് കണ്ട് ഒരു പുതുമ നഷ്ടപ്പെട്ടു. പക്ഷെ അന്നൊക്കെ ഈ സിനിമകളിൽ കൂടെ തന്നെയാണ് നമ്മൾ അധികവും ഫോറിൻ ലൊക്കേഷൻസ് ഒക്കെ കാണാറുള്ളത്. അങ്ങനെ മന്ദം പോയിരുന്ന സിനിമയിൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു ഡൗട്ട്, ഇയാൾക്ക് എന്തോ ഒരു തകരാറില്ലേ എന്ന്. അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവർ ഡിറ്റക്റ്റീവ്സിനെ ഏൽപ്പിക്കുന്നു. പിന്നെ അധികം വൈകേണ്ടി വന്നില്ല. ഇവർ നേരിട്ട് സ്വന്തം കണ്ടുകൊണ്ട് തന്നെ കാണും ഇയാൾ ആരാണെന്ന്. അതൊരു വമ്പൻ സീനായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഇയാളുടെ ശരിക്കുള്ള ഫേസ്, വാട്ട് ഹി ഈസ് ആൻഡ് വാട്ട് ഹി വാസ് എന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ പല യുദ്ധബാധിത പ്രദേശങ്ങളിലേക്ക് പടം നീങ്ങും. എന്റെ അറിവിൽ അത് അവർ തമിഴ്നാട്ടിൽ തന്നെ സെറ്റിട്ടതാണ്. പക്ഷെ ഒറിജിനാലിറ്റിയുടെ അങ്ങേ അറ്റമായിരുന്നു അത്. ഒപ്പം നായകന്റെയും മറ്റുള്ളവരുടെയും വസ്ത്രധാരണവും പെർഫോമൻസും ഒക്കെ കൂടിയാവുമ്പോൾ പക്ക നമ്മളും ആ ഒരു എക്സ്പ്ലനേഷന്റെ ഭാഗമായ ഒരു ഫീൽ വരും. ദിസ് മൂവി ഈസ് ടെക്നിക്കലി സോ ബ്രില്യന്റ്. ഇപ്പൊ എന്തറിഞ്ഞിട്ടാണ് നീ ഇത് ടെക്നിക്കലി ബ്രില്യന്റ് ആണെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിൾ. ഒരു തമിഴ്നാടിന് ഉണ്ടാക്കിയെടുത്ത ഒരു തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന സിനിമയാണിതെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല. നമ്മൾ ഈ ഹോളിവുഡ് ലെവൽ എന്ന് പറയാറില്ലേ, അത് തന്നെ സാധനം. ഞാൻ ഇതിന്റെ ബോക്സ് ഓഫീസ് റിസൾട്ട് ഒന്ന് ചുമ്മാ ഇന്റർനെറ്റിൽ നോക്കി. സംഗതി ഹിറ്റാണ്. അതുകൊണ്ട് അണ്ടർ റേറ്റഡ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ബട്ട് നിങ്ങളിൽ ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാം.